നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ അടുത്ത പരമ്പര വരാനിരിക്കുന്നത് ബംഗ്ലാദേശിനെതിരെയാണ്. 2 മത്സരങ്ങളടങ്ങിയ ടെസ്റ്റ് പരമ്പരയും 3 മത്സര T20യുമാണ് പരമ്പരയിൽ ഉൾപ്പെടുന്നത്. ടെസ്റ്റ് പരമ്പരയിൽ പരിശീലകനായ ഗൗതം ഗംഭീർ എന്തെല്ലാം പരീക്ഷണങ്ങളാകും നടത്തുകയെന്നത് കണ്ടു തന്നെ അറിയണം. T20യിൽ കൂടുതൽ യുവതാരങ്ങൾക്ക് അവസരവും നൽകിയേക്കും. ഇന്ത്യയുടെ T20 ടീമിൽ സഞ്ജു സാംസൺ ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ശ്രീലങ്കയ്ക്കെതിരായ T20 പരമ്പരയിൽ സഞ്ജുവിന് 2 മത്സരത്തിൽ അവസരം നൽകിയിരുന്നു. ഇതിൽ 2 മത്സരത്തിലും താരം റണ്ണൊന്നും എടുക്കാതെയാണ് പുറത്തായത്. ഒരു മത്സരത്തിൽ ഗോൾഡൻ ഡക്കായാണ് പുറത്തായത്. ഇതോടെ സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിലേക്ക് എത്താനുള്ള സാധ്യതകൾ മങ്ങിയിരിക്കുകയാണ്. T20യിൽ ഇന്ത്യയുടെ നായകനായ സൂര്യകുമാർ യാദവ് ബംഗ്ലാദേശിനെതിരെ കളിച്ചേക്കില്ല എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ സജീവമായി പുറത്തു വരുന്നുണ്ട്. നിലവിൽ പരിക്കിന്റെ പിടിയിലുള്ള സൂര്യകുമാർ യാദവ് ദുലീപ് ട്രോഫിയിൽ നിന്ന് പിന്മാറിയിട്ടുമുണ്ട്. സൂര്യകുമാറിനെ ടെസ്റ്റ് ടീമിലേക്ക് കൊണ്ടുവരാൻ ഗൗതം ഗംഭീർ ശ്രമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് സൂര്യയോട് ദുലീപ് ട്രോഫി കളിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ബുച്ചി ബാബു ടൂർണമെന്റിൽ സൂര്യ വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ചെങ്കിലും താരം പരിക്കിന്റെ പിടിയിലാണ്. പരിക്ക് ഗുരുതരമല്ല എങ്കിലും ബംഗ്ലാദേശ് പരമ്പരയിൽ പൂർണ്ണമായ വിശ്രമം നൽകാനാണ് സാധ്യത. സൂര്യകുമാർ കളിക്കാത്ത പക്ഷം സഞ്ജു സാംസണിന് പകരക്കാരനായി അവസരം ലഭിക്കാൻ സാധ്യതകളുണ്ട്. സഞ്ജുവിനെ സംബന്ധിച്ച് ഇനിയുള്ള എല്ലാ മത്സരങ്ങളും വളരെ നിർണായകമാണ്. ഏകദിന ടീമിൽ നിലവിൽ സഞ്ജുവിന് അവസരമില്ല. 50-ന് മുകളിൽ ശരാശരി ഏകദിനത്തിൽ ഉണ്ടെങ്കിലും ഗംഭീറിന്റെ ഏകദിന പദ്ധതികൾക്ക് പുറത്താണ് സഞ്ജുവിന്റെ സ്ഥാനം. T20യിലാണ് സഞ്ജുവിന് ഗംഭീർ കൂടുതൽ സ്ഥാനം നൽകുന്നത്. എന്നാൽ ശ്രീലങ്കൻ പരമ്പരയിലെ നാണം കെട്ട പ്രകടനം സഞ്ജുവിന്റെ T20യിലേക്കുള്ള തിരിച്ചുവരവ് സാധ്യതയും കുറച്ചിരിക്കുകയാണ്. സൂര്യകുമാറിന്റെ അഭാവത്തിൽ ടോപ്പ് ഓർഡറിലേക്ക് സഞ്ജുവിന് അവസരം നൽകാൻ ഗംഭീർ തയ്യാറാകുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. അവസരം ലഭിച്ചാൽ സഞ്ജുവിന്റെ നിലനിൽപ്പിന് പരമ്പരയിൽ കസറേണ്ടത് അത്യാവശ്യമാണ്. അല്ലാത്ത പക്ഷം സഞ്ജുവിന് ഇന്ത്യൻ ടീമിലെ സീറ്റ് എന്നേക്കുമായി നഷ്ടമായേക്കും. എന്നാൽ സഞ്ജുവിനെ മറികടന്ന് ഇഷാൻ കിഷൻ T20 ടീമിലേക്ക് എത്താൻ സാധ്യതകൾ കൂടിയിരിക്കുകയാണ്. ഇഷാൻ ഇന്ത്യൻ ടീമിന് പുറത്തായിട്ട് നാളുകളേറെയായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം നടത്തി ഇഷാൻ തിരിച്ചുവരവ് സാധ്യത സജീവമാക്കിയിരിക്കുകയാണ്. ബുച്ചി ബാബു ടൂർണമെന്റിൽ ഇഷാൻ സെഞ്ചുറി പ്രകടനമടക്കം നടത്തി. സെഞ്ചുറിക്ക് അരികെ തുടർ സിക്സുകളടക്കം പറത്തി ഇഷാൻ കരുത്ത് കാട്ടിയിരുന്നു. സഞ്ജു സാംസൺ ദുലീപ് ട്രോഫിയിൽ കളിക്കുന്നില്ല എങ്കിലും ഇഷാൻ കളിക്കുന്നുണ്ട്. ഇഷാന് ദുലീപ് ട്രോഫിയിലും മികച്ച പ്രകടനം നടത്താൻ സാധിച്ചാൽ ഇന്ത്യയുടെ T20 ടീമിലേക്ക് ഇഷാന് തിരിച്ചെത്താനുള്ള സാധ്യതയും നടക്കുകയാണ്. ഇന്ത്യക്ക് മുന്നിൽ ഇനി വലിയ ടെസ്റ്റ് പരമ്പരകൾ വരാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഋഷഭ് പന്ത് ബംഗ്ലാദേശിനെതിരെ T20 പരമ്പര കളിക്കാൻ സാധ്യതകൾ കുറവാണ്. ന്യൂസിലൻഡ് ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പര മുന്നിൽ കണ്ട ഋഷഭ് പന്തിന് വിശ്രമം നൽകിയേക്കും. അങ്ങനെ വന്നാൽ സഞ്ജു സാംസണും ഇഷാൻ കിഷനും T20 പരമ്പര കളിക്കാനാണ് സാധ്യത. ധ്രുവ് ജുറേലിനെ T20 പരമ്പരയിലേക്ക് പരിഗണിക്കാൻ സാധ്യതകൾ കുറവാണ്. KL രാഹുലിനും T20യിൽ ഇടം ലഭിച്ചേക്കില്ല. ഈ ഒരു സാഹചര്യത്തിൽ സഞ്ജുവും ഇഷാനും ഇന്ത്യയുടെ T20 പരമ്പരയിൽ ഇടം നേടിയേക്കും. എന്നാലും സൂര്യകുമാറിന്റെ പരിക്ക് സഞ്ജുവിന് തിരിച്ചുവരവിന് വഴി തുറക്കുമോ എന്നതാണ് ഇനി കണ്ടു തന്നെ അറിയേണ്ടത്.